ഹലോ കൂട്ടുകാരെ, ഇന്ന് ക്ലിയർ ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ഡൗട്ട് DM തരുന്ന ട്രിഗേഴ്സ് ഏതൊക്കെ രീതിയിലാണെന്ന് പറയാൻ പറ്റുമോ എന്നുള്ളതാണ്. എല്ലാവർക്കും അറിയാം, ഓരോ ജേർണിയും യൂണീക്കാണ്, ഡിഫറെൻ്റ് ആണ്. ഓരോ ട്വിൻ ഫ്ലെയിം ജേർണിയും ഡിഫറെൻ്റ് ആണ്. DM അല്ലെങ്കിൽ DF കൗണ്ടർ പാർട്സ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മിറർ ചെയ്യുന്നവരാണ്, അൾട്ടിമേറ്റ് മിറേഴ്സാണ് അല്ലേ. അപ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു ട്രോമാസ് അല്ലെങ്കിൽ ഇഷ്യൂസ് ഒക്കെയും എക്സാക്റ്റായിട്ട് അറിയാവുന്നത് നമ്മുടെ മിറർ സോളിനായിരിക്കും. അതുകൊണ്ട് തന്നെ ഓരോ ജേർണിയും യൂണീക്ക് ആയതുകൊണ്ട് തന്നെയും എന്തൊക്കെയാണ് നമ്മുടെ കൗണ്ടർ പാർട്ട് ട്രിഗർ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല, എക്സാക്റ്റായിട്ട് പറയാൻ പറ്റില്ല, കാരണം ജേർണി യൂണീക്ക് ആയതുകൊണ്ട്. എന്നാൽ ആദ്യം അവർ ട്രിഗർ ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ ഷാഡോ സെൽഫിനെ ആയിരിക്കും. നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ഇൻസെക്യൂരിറ്റീസിനെയും അവർ ആദ്യം ട്രിഗർ ചെയ്യും. അത് കഴിഞ്ഞ് നമ്മളുടെ ഒബ്സഷൻ എനർജി, ചേസിങ് എനർജി, അറ്റാച്ച്മെൻറ്റ് എനർജി, ജലസി, ഫിയറും ഈഗോയുമാണ് ആദ്യം തുടങ്ങുന്നത് ഇനീഷ്യൽ സ്റ്റേജിൽ. അവിടുന്ന് അങ്ങോട്ട് നമ്മളുടെ ഉള്ളിൽ ഉള്ള എല്ലാ നെഗറ്റീവ് ഷെയ്ഡ്സിൻ്റെയും ഇച്ചിരിയെങ്കിലും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഒരു സെപ്പറേഷൻ കഴിഞ്ഞിട്ട് പിന്നെയും വരുമ്പോൾ അവരത് എക്സാക്റ്റായിട്ട് എടുത്ത് കാണിച്ചിട്ടായിരിക്കും പിന്നെയും ആ ഒരു ഓൺ ആൻഡ് ഓഫ് സമയത്ത് സെപ്പറേഷനിലേക്ക് പോകുന്നത്. പിന്നെ വരുന്ന ഒട്ടുമിക്ക മെസ്സേജുകളിലും, ഡൗട്ട് ചോദിച്ചുകൊണ്ടുള്ള മെസ്സേജുകളിലും നമ്മുടെ DMനെ നമ്മളൊന്ന് ബാലൻസ് ആയി കഴിയുമ്പോൾ അവർ വന്ന് എനർജി എല്ലാം വലിച്ചുകൊണ്ട് പോയി, അല്ലെങ്കിൽ അവർ എന്തിനാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻസ് അല്ലെങ്കിൽ ഡൗട്ട്സ് വരാറുണ്ട്. നമ്മളുടെ കൗണ്ടർ പാർട്ട് നമ്മൾ തന്നെയാണ്. നമ്മളുടെ ബെസ്റ്റ് വെർഷനിൽ എത്താനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതിന് യൂണിവേഴ്സിനാൽ നിയോഗിക്കപ്പെട്ട ബോഡിയാണത്, സോള് നമ്മൾ തന്നെയാണ്. അപ്പോൾ ഒരു പക്ഷേ നമ്മളവരെ കേഴ്സ് ചെയ്യുകയോ ദേഷ്യപ്പെടുകയോ വെറുക്കുകയോ ഒക്കെ ചെയ്യുന്നെങ്കിൽ അത് തിരിച്ച് നമ്മളെ തന്നെയാണ് ആ കാര്യങ്ങളൊക്കെയും ചെയ്യുന്നതെന്ന് ഓർമ്മിക്കുക. പിന്നെ DM തരുന്ന ട്രിഗേഴ്സും കൊണ്ട് അവർ എനർജി എടുത്തുകൊണ്ട് പോയി എന്നൊക്കെ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഒരു കാര്യം ഓർമ്മിക്കുക, നമ്മളുടെ ഉള്ളിലുള്ള വൂൺസ്, നമ്മുടെ ഉള്ളിലുള്ള ഇഷ്യൂസിനെ ഹീലാക്കി നമ്മൾ മടുത്തു എന്നാണ് നമ്മൾ ഇൻഡയറക്റ്റ്ലി പറയുന്നതെന്ന് ഓർമ്മിക്കുക. രണ്ടാമത്തേതായിട്ട് ഒരു കമൻറ്റ് വന്നിരിക്കുന്നത് ഹസ്ബൻഡ് സോൾമേറ്റ് ആകുമോ എന്നാണ്. അപ്പോൾ ഇവിടെ സോൾമേറ്റായ ഹസ്ബൻഡിനെ കിട്ടുമോ ട്വിൻ ഫ്ലെയിംസിൽ നിന്നാണോ ചോദ്യം, അല്ലെങ്കിൽ നമ്മൾ ഇന്നർ വർക്ക് ചെയ്യുമ്പോൾ ഹസ്ബൻഡ്, കാർമിക്കായിട്ടുള്ള ഒരു ഹസ്ബൻഡ് സോൾമേറ്റ് ആവുമോ എന്നാണോ ചോദ്യമെന്ന് എനിക്ക് മനസ്സിലായില്ല. എനിഹോ രണ്ട് കാര്യങ്ങളും പറഞ്ഞു തരാം. സോൾമേറ്റ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് കിട്ടുമോ എന്ന് ചോദിച്ചാൽ യെസ്, കിട്ടും. എന്നാൽ ട്വിൻ ഫ്ലെയിംസിൽ അങ്ങനെയൊരു സോൾമേറ്റ് ഹസ്ബൻഡിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ കാര്യങ്ങളിൽ, കർമ്മയൊക്കെ വളരെ കുറവായിട്ടുള്ള ഒരു ട്വിൻ ഫ്ലെയിമിന് മാത്രമേ അങ്ങനെ ഒരു ഇതുള്ളൂ. കാരണം കാർമിക്ക് വന്നിട്ടാണ് ശരിക്കും നമുക്ക് ട്രിഗർ തരുന്നതും നമ്മളുടെ കർമ്മയെ ക്ലിയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതും. സോൾമേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് കൂടുതൽ കാര്യങ്ങളിലും. അതുകൊണ്ട് തന്നെ അങ്ങനെ സംഭവിക്കാറുണ്ട്. എന്നാൽ വളരെ കുറഞ്ഞ ഒരു റേഷ്യോയിൽ മാത്രമാണ് ട്വിൻ ഫ്ലെയിംസിൽ സോൾമേറ്റായ ഒരു ഹസ്ബൻഡ് വരുന്നത്. രണ്ടാമത്തെ കാര്യത്തിൽ നമ്മളുടെ ഹസ്ബൻഡ് ഒരു കാർമിക്കാണ്, നമ്മൾക്ക് ലെസൺ തരാനായിട്ടാണ് നമ്മുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ ഇന്നർ വർക്കൊക്കെ ചെയ്ത് അസെൻഡ് ആകുമ്പോൾ നമ്മുടെ വൈബ്രേഷനെ ഹൈ ലെവലിലേക്ക് അല്ലെങ്കിൽ ഹയർ ഒരു 4D 5Dയിലൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മളുടെ കൂടെ അവർ ട്രാവൽ ചെയ്യേണ്ടവരാണെങ്കിൽ, നമ്മളുടെ സോൾ പർപ്പസിന് അവർ ഹെൽപ്പ് ചെയ്യേണ്ടവരാണ്, നമ്മളുടെ പർപ്പസിനായിട്ട് അവർ നമ്മളുടെ കൂടെ നിൽക്കേണ്ടവരാണെങ്കിൽ അവർ സോൾമേറ്റായിട്ട് മാറാറുണ്ട്. അടുത്ത ചോദ്യം വന്നിരിക്കുന്നത് ഓറ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള ബ്രാസ്ലെറ്റ്സ് എങ്ങനെ ചാർജ് ചെയ്യാം എന്നുള്ളതാണ്. നമ്മൾ ഉപയോഗിക്കുന്നത് ക്രിസ്റ്റൽ ബ്രാസ്ലെറ്റ്സ് ആണല്ലോ, അതിൻ്റെ കാര്യമായിരിക്കാം ചോദിച്ചത്. സോ ഇതിന് പല മെത്തേഡ്സ് ഉണ്ട്. ആദ്യത്തേത് വന്നിട്ട് നമ്മൾ രേഖയൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ വാട്ടർ ചാർജ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. അങ്ങനെ
ഉണ്ടെങ്കിൽ നമ്മൾ ആ വാട്ടറിനെ ഇൻറ്റൻഷൻ വെച്ചിട്ട് ചാർജ് ചെയ്ത്, അതായത് ഈ ക്രിസ്റ്റലിനെ ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞ് ചാർജ് ചെയ്തിട്ട് ആ വാട്ടർ കൊണ്ട് നമുക്ക് ഈ ക്രിസ്റ്റൽസിനെ കഴുകാവുന്നതാണ്, വാഷ് ചെയ്യാവുന്നതാണ്. എന്നാൽ ക്രിസ്റ്റൽസ് എല്ലാം വാഷബിൾ ആയിരിക്കില്ല. വാഷബിളായ ക്രിസ്റ്റൽസ് മാത്രമേ ഇങ്ങനെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. ഏറ്റവും എഫക്റ്റീവായ മെത്തേഡുകളിൽ ഒന്നാണ് നമുക്ക് ഫുൾ മൂണിൻ്റെ ദിവസം ഈ ബ്രാസ്ലെറ്റ് നിലാവിൽ വയ്ക്കുക. മൂൺലൈറ്റിൽ ആ ഒരു ഇൻറ്റൻഷൻ സെറ്റ് ചെയ്തിട്ട് അതിലുള്ള ഒരു എനർജീസിനെയൊക്കെ റീചാർജ് ചെയ്ത് പോസിറ്റിവിറ്റി വരണമെന്നും എന്തൊക്കെയാണ് ഇൻറ്റൻഷൻസ് എന്നുള്ളത് നമ്മൾ ഒരു 5 മിനിറ്റ് മെഡിറ്റേഷനിലിരുന്ന് റൈറ്റ് ഹാൻഡിൽ ഈ ബ്രാസ്ലെറ്റ് അല്ലെങ്കിൽ ഈ ഒരു ക്രിസ്റ്റൽസ് പിടിച്ചുകൊണ്ട് ഇൻറ്റൻഷൻ സെറ്റ് ചെയ്തിട്ട് അതേപടി തന്നെ അത് ആ നിലാവിൽ വെച്ച് ത്രൂ ഔട്ട് ദ നൈറ്റ് അത് അവിടെ ഇരുന്ന് ചാർജ് ആവും. പിറ്റേ ദിവസം നമുക്കതെടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് വന്നിട്ട് നമുക്കത് ചാർജ് ചെയ്യണമെന്ന് നമുക്ക് ഇൻറ്റ്യൂട്ടീവ്ലി തോന്നുമ്പോഴൊക്കെയും മെഡിറ്റേഷനിലിരിക്കുമ്പോൾ നമ്മൾ ആ ക്രിസ്റ്റലിനെ വിഷ്വലൈസ് ചെയ്ത് അതിലുള്ള എന്തെങ്കിലും നെഗറ്റീവ് എനർജി, ഇപ്പോൾ നെഗറ്റിവിറ്റി എന്തെങ്കിലും അതിൽ എഫക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്ലെൻസ് ആവുന്നതായിട്ടും, ആദ്യം ക്ലെൻസിങ് നടക്കണം, ക്ലെൻസ് ആവുന്നതായിട്ടും, പിന്നെ യൂണിവേഴ്സിൻ്റെ വൈറ്റ് ലൈറ്റ് കൊണ്ട് ആ ഒരു ബ്രാസ്ലെറ്റ് മൊത്തം ചാർജ് ആവുന്നതായിട്ടും, ആ വൈറ്റ് ലൈറ്റിൻ്റെ പ്രൊട്ടക്ഷൻ നമ്മളുടെ ബോഡിയിലും സോളിലും അടക്കം നമ്മുടെ എനർജറ്റിക് ഫീൽഡിൽ വരുന്നതായിട്ടും നമ്മളൊക്കെ വിഷ്വലൈസ് ചെയ്തും ചാർജ് ചെയ്യാവുന്നതാണ്. തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ഹെൽപ്ഫുൾ ആണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബും ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച് ആൻഡ് ഗോഡ് ബ്ലെസ് യു ഓൾ.